സ്വർഗത്തേക്കാൾ സുന്ദരനേ, സൂര്യനേക്കാൾ ശോഭിതനേ, നിന്നിഴലാ മാറ്റിയെന്നേ. ആശ്ചര്യമേ ഇത് ആശ്ചര്യമേ, സ്വർഗത്തേക്കാൾ സുന്ദരനേ, സൂര്യനേക്കാൾ ശോഭിതനേ, നിന്നിഴലാ മാറ്റിയെന്നേ. ആശ്ചര്യമേ ഇത് ആശ്ചര്യമേ. ആരാധന എന്നേശുനാഥന്, ആരാധന എന്നാത്മനാഥന്, ആരാധന എന്നേശുനാഥന്, ആരാധന എന്നാത്മനാഥന്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 8:21. ശ്രദ്ധിച്ചിട്ട്. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യൻ, ദൈവം അവനോട് കൽപ്പന കൊടുത്തിട്ടില്ല നീ ഒരു യാഗം കഴിക്കണമെന്ന്, നീ ഒരു യാഗപീഠം പണിയണം, എനിക്കൊരു യാഗം അർപ്പിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നോഹ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം, സ്തോത്രം, ഒരു യാഗപീഠം പണിയുകയും ആമേൻ, അവിടെ അവൻ ദൈവത്തിന് ഒരു യാഗം കഴിക്കുകയും ചെയ്യുകയാണ്. ആമേൻ. എന്തോ ഒരു മനോഹരമായ കാഴ്ച. പറയാതെ ആരാധിക്കുക, പറയാതെ ദൈവത്തെ സ്നേഹിക്കുക. ഇത് ഈ കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് കമ്പൽ ചെയ്തുള്ളതല്ല. അതൊന്നും ഹൃദയത്തിൽ നിന്നുള്ളതല്ല. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ബ്രദറെ, ബൈബിൾ വായിക്കുക. ഇതൊക്കെ പറഞ്ഞു ചെയ്യിക്കുന്നതും സ്വമേധ ചെയ്യുന്നതും രണ്ടും രണ്ടാം. ദൈവത്തിന്റെ ബ്ലെസ്സിങ് ഉണ്ടാകുന്നത് നിർബന്ധത്താലോ കൽപ്പനയാലോ ദൈവത്തെ പിൻഗമിക്കുന്നതല്ല. ഉള്ളത്തിൽ നിന്ന് സ്നേഹത്തോടെ, ഹല്ലേലൂയ, സ്തോത്രം, ഒന്നും അങ്ങോട്ട് പറയാതെ ഡിമാൻഡുകൾ വെക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടും മടക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. പെട്ടകത്തിൽ നിന്നിറങ്ങിയ മനുഷ്യൻ ആദ്യം ചെയ്യുന്ന കാര്യം പ്രകൃതിയെ നോക്കുകയാണ്, എല്ലാം കാണുമെന്നല്ല, ദൈവത്തിനൊരു യാഗം കഴിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫ് ദൈവത്തോടുള്ള ആരാധനയിൽ തുടങ്ങട്ടെ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ വാക്യമുണ്ടോ? എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണമെന്നും വചനമുണ്ടോ? വചനമൊന്നും നോക്കിയല്ല കർത്താവിനെ സ്നേഹിക്കുന്നു കേട്ടോ. ആമേൻ. വചനം നോക്കുന്നത് ഇനി അധികം ദൈവത്തിനോട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതിനു വേണ്ടിയും കൂടെയായിരുന്നു നമ്മൾ വചനം നോക്കുന്നത്. ഹല്ലേലൂയ. അബ്രഹാം ജീവിക്കുന്ന സമയത്ത് ബൈബിളുണ്ടോ? ആമേൻ. ബൈബിൾ നോക്കിയാണ് അവൻ ദൈവത്തെ സേവിച്ചത്. എലിയാവ് ജീവിച്ചപ്പോൾ, ദാവീദ് ജീവിച്ചപ്പോൾ ഇല്ലില്ല. അവരുടെ ഉള്ളിൽ നിന്ന് എപ്പോഴൊക്കെയോ കേട്ട ദൈവശബ്ദത്തെ, ആരിലൂടെയൊക്കെയോ പറഞ്ഞ ദൈവശബ്ദത്തെ കേട്ടിട്ട് ആ
വലിയ ദൈവത്തിൻ്റെ മുമ്പിൽ മുഴങ്ങാൽ മുടക്കുക. എന്നാൽ നമുക്ക് ഇന്ന് അനുഭവങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ ജീവന്റെ വചനവും നമ്മുടെ കൈകളിലുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് കർത്താവിനോട് അടുക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നോഹ ഇറങ്ങി ആരാധന നിർമ്മിച്ചു. അടുത്ത വാക്ക് പറയുകയാണ്, ഭൂമി മുഴുവൻ ദുർഗന്ധമാണ്. ഈ ദുർഗന്ധത്തിന്റെ നടുവിൽ ഈ ഭൂമി മുഴുവനുമാണ്. ഒരു മനുഷ്യൻ ഒരു ചെറിയ യാഗപീഠത്തിൽ നിന്ന് യാഗമർപ്പിച്ചപ്പോൾ ഈ സകല ദുർഗന്ധങ്ങളെ അതിജീവിച്ച് ആ ഒരുവന്റെ യാഗപീഠത്തിൽ നിന്ന് ഉയർന്ന സുഗന്ധം ദൈവം മണത്തു. ഈ മറ്റ് ഒന്നും അതിനെ തടഞ്ഞില്ല. ഓ, എത്ര ഭയങ്കരം! ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ പ്രാർത്ഥന ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചു പോവോ? അതിനെ അതിജീവിക്കുവാനുള്ള കരുത്തുണ്ടോ? അതൊന്നും നീ നോക്കണ്ട. ഇത് നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തും എന്നതിന് ഒരു തെളിവാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, സക്രിയാവേ, നിന്റെ പ്രാർത്ഥന എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുക കേട്ടോ. അത് മണത്ത് അവനോട് ദൈവം ഇങ്ങോട്ട് പറയുകയാണ്, ഞാൻ ഇനി ഭൂമിയെ ശപിക്കത്തില്ല. മനുഷ്യന്റെ മനോനിരൂപണങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളത് ആകുന്നു, എന്നാലും ഞാനിനെ നശിപ്പിക്കത്തില്ല. എന്ത് ഭയങ്കരമല്ലേ! അങ്ങോട്ട് പറയാതെ, ദൈവം ഇങ്ങോട്ട് പറയാതെ അങ്ങോട്ട് ആരാധന നടത്തി. അവനൊട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് വാഗ്ദത്തം ലഭിച്ചു. നീ ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ നീ ഒട്ടും പ്രതീക്ഷിക്കാതെ ദൈവം നിനക്ക് തരും. യെസ്, കർത്താവിനോടെന്ന് പറയുന്നു, ഒരു ഭയങ്കര സ്തുതി നിന്നിൽ നിന്ന് ഉയരേണ്ട സമയമായിരിക്കും. എല്ലാ പ്രോബ്ലങ്ങളും മാറും. ശാപത്തിന്റെ കാലമല്ല ഇത്, യാഗത്തിന്റെ കാലമാണ്. നിന്റെ ശാപങ്ങളെ മാറും നിന്റെ യാഗത്താൽ. സ്തോത്രം എന്ന യാഗത്താൽ, സ്തുതി എന്ന യാഗത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കും. യെസ്, ഇനി നശിപ്പിക്കത്തില്ല. ദൈവം എന്തൊക്കെയോ നിന്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ദൈവം ചെയ്യാൻ പോകട്ടോ. ദൈവം എന്തൊക്കെയോ വലിയ ചില കാര്യങ്ങൾ നിനക്കും നിന്റെ സന്തതിക്കും നിന്റെ ദേശത്തിനും രാജ്യത്തിനും വേണ്ടി നിന്റെ പ്രാർത്ഥനയുടെ പിന്നിൽ ചെയ്യാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥന നിനക്ക് മാത്രമല്ല, നേഷൻസിന്, ഈ ജനറേഷന് ബ്ലെസ്സിങ് ആകാൻ പോവുക. അങ്ങനത്തെ ഒരു പ്രാർത്ഥന മനുഷ്യനാണ് നീ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നീ. പ്രാർത്ഥിക്കുക, യാഗം കഴിക്കുക. കർത്താവിന് വേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ. പ്രാർത്ഥിക്കുക. യേശുവിന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ കുടുംബത്തിൽ യാഗപീഠം ഉയരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആരാധന ഉയരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അവരുടെ കുടുംബത്തിൽ നിന്നും കർത്താവെ, പിതാവിനെ പ്രസാദിപ്പിക്കുന്ന സൗരഭ്യവാസനകൾ ഉയരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവളുടെ ശാപങ്ങളെല്ലാം മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തകർച്ചകൾ മാറട്ടെ. പുതിയ വഴികൾ തുറക്കട്ടെ അവർക്കായിട്ട്. പുതിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇവ രാഷ്ട്രത്തിന് അനുഗ്രഹമാവട്ടെ, ജനതകൾക്ക് അനുഗ്രഹമാവട്ടെ, നേഷൻസിന് അനുഗ്രഹമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങൾ ഒരുമിച്ചപ്പാ, ഈ ദൂതുകൾ കേൾക്കുന്നത് സാധാരണക്കാരല്ല. ഞങ്ങൾക്കറിയാം, സാധാരണക്കാർക്കുള്ളൊരു ദൂതല്ല ഈ ദൂത്. രാജ്യങ്ങളെ തിരിക്കാനും ദേശങ്ങളെ തിരിക്കാനും വേണ്ടിയുള്ള ഭയങ്കര നിയോഗം പ്രാപിച്ചവരാണ് ഈ സന്ദേശം കേൾക്കുന്നത്. കർത്താവേ, അവരുടെ പ്രാർത്ഥനയെ സജീവമാക്കണമേ. അവരുടെ ദൈവസന്നിധിയിലുള്ള അർപ്പണത്തെ ശക്തമാക്കണമേ. ഇവർ രാജ്യങ്ങളുടെയും ദേശങ്ങളുടെയും ശാപങ്ങളെ മാറ്റുന്ന അത്ഭുത മനുഷ്യരാകണമേ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ ഈ ദൂത് 1-2 വട്ടമോ കേൾക്കുക. സംതിങ് ദൈവം നിങ്ങളെ അത്ഭുതകരമായി ഉപയോഗിക്കാൻ പോകുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങളുടെ
പ്രാർത്ഥന ദേശങ്ങളെ ചലിപ്പിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.